ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആലൂ ബോണ്ടയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇച്ചിരി കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്തു കൊടുക്കുക. പക്ഷേ ഞാൻ ഇത് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു മസാല നമുക്ക് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി, ഇത്രയുമാണ് വേണ്ടത്. പിന്നെ 2 ചെറിയ പച്ചമുളക് ഞാൻ ചതച്ചുകൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും. പിന്നെ ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂണ് മൈദയും കൂടെ എടുത്തതാണിത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാലയും ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്ന പോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഈ പൊട്ടറ്റോ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളത്തിന്റെ അംശം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഈ വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് വലിഞ്ഞോളും. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ ബോൾസ് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. വെള്ളം നിപ്പുണ്ടെങ്കിൽ ബോൾസ് പൊട്ടിപ്പോവും. അപ്പോൾ മസാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ പൊട്ടറ്റോ ബോൾസ് ഒക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇത് 1/4 കപ്പിൽ കുറച്ചുകൂടി കൂടുതൽ കടലമാവുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കായവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണം. കണ്ടോ, ഇത് ഈ ഒരു പരുവത്തിന് ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ ആലു ബോണ്ട വറുത്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ ബോൾസ് എടുത്ത് ഇതുപോലെ ബാറ്റർ മുക്കിയിട്ട് എണ്ണയിലോട്ട് വെച്ച് കൊടുക്കാം. കൂടുതൽ എണ്ണ ഒഴിച്ചാൽ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ച് എണ്ണയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്തേച്ചാൽ മതി.
ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്ത സെറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ആലു ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 4 മണിക്കൊക്കെ ഒരു കട്ടൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെ കൂടെ സൂപ്പറായിട്ടുള്ള ഒരു പലഹാരമാണ്. കൂട്ടിന് വേണമെങ്കിൽ ഒരു തേങ്ങാ ചട്നിയോ ഒരു പുതിനയില ചട്നിയോ എന്തെങ്കിലും ഒന്ന് അരച്ചാൽ അടിപൊളിയാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.